ഹലോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വ്ളോഗാട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളെങ്കിലും അങ്ങനെ വ്ളോഗൊന്നും എടുക്കണമെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഡ്യൂട്ടിയുള്ളൊരു ദിവസമായിരുന്നു, ക്രാങ്കാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തെടുക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഹോം ടൂർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇത് ജർമ്മനി വന്നിട്ട് എൻ്റെ രണ്ടാമത്തെ വീടാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞാൽ ലാഗ് അടുപ്പിക്കുന്നില്ല, എൻ്റെ വീട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീട്. അപ്പോൾ കയറി വരുന്നതിന് ഒരു കോറിഡോർ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മിററൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് അത്യാവശ്യം വലിയൊരു കണ്ണാടി കേട്ടോ. ഒരു 2 പേർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരുങ്ങാനൊക്കെ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഷ്രാങ്കാണ്. ഷ്രാങ്ക് എന്ന് പറഞ്ഞാൽ അലമാരി. ഇത് ഫുള്ള് നമുക്ക് സാധനങ്ങൾ വയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒത്തിരി കബോർഡ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു കബോർഡാണ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ ഇത് വന്നിട്ടും 3 കബോർഡായിട്ട് 3 ലെയറായിട്ട് കബോർഡാണ്. ഇത് വന്നിട്ടാട്ടോ എൻ്റെ റൂം. ഇതാണ് എൻ്റെ ബെഡ്. ഞങ്ങൾ ഷെയർഡായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ 2 പേരുണ്ട് ഈ റൂമിൽ. ഇവിടെയും അതൊരു വലിയ അലമാര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടെ 2 പേരാണ് താമസിക്കുന്നത്. ഇതൊരു വലിയ ബെഡാണ്. അവിടെ ഒരു ബെഡുണ്ട്. പിന്നെ നേരത്തെ റൂമിൽ പോലെ തന്നെ ഷ്രാങ്ക് ഇവിടെ അതേ വലിയ ഷ്രാങ്ക് ഉണ്ട്. പിന്നെ അതേ ചെറിയൊരു കബോർഡ് ഉണ്ട്. പിന്നെ ഇവിടെ ജെല്ല് തുറന്നിട്ടേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 5 മിനിറ്റെങ്കിലും ജെല്ല് തുറന്നിട്ടില്ലെങ്കിൽ പൂപ്പിൽ വരും. ഇവിടെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിലുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബെഡ്റൂംസ്. പിന്നെ ഈ വീട്ടിലെ ഫേവറേറ്റ് എൻ്റെ ഏരിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഹോളാന്ന് പറയും കേട്ടോ. കാരണം ഇവിടെ മലയാളം ചാനൽ കിട്ടുന്ന TV ഉണ്ട്. 2 ബെഡ്റൂമിൽ ഓരോ TV വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ആക്കാറില്ല. അതിൽ ഇവിടുത്തെ ജർമ്മൻ ചാനലൊക്കെ കിട്ടുന്ന യൂട്യൂബും നെറ്റ്ഫ്ലിക്സ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ എപ്പോഴും ഇവിടെ ഹോളിൽ തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഹോള് കാണാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹോള്. ഇത് ഒരു സോഫയാണ്. ഇത് നമുക്ക് ചെറുതാക്കിയിരിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തിട്ടേക്കണെയാണ്. ഇതൊക്കെ എൻ്റെ ഡ്രോയിങ്സാണ്. പിന്നെ ഈ താഴെയുള്ളത് നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തേക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയൊരു രൂപക്കൂട്. അങ്ങനെ ആ വലിയ ഫോട്ടോസൊക്കെ ഇവിടുത്തെ വീടിൻ്റെ ഓണർ തന്നെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ ഒരു ഫോട്ടോ ആണ്. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ഷോക്കേസുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാട്ടോ. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. സ്നാക്സൊക്കെ വെച്ചേക്കണെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ TV. അപ്പോൾ ഇത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചലിക്കാണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് TV ഒക്കെ കാണുന്നതിന് അടിപൊളിയാണ്. നമ്മുടെ പഴയ വീട്ടിൽ ഇത്രയും സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ പഴയ വീട് എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആണ്. കാരണം ജർമ്മനി വന്നിട്ട് ആദ്യമായിട്ട് നിന്ന വീട് എപ്പോഴും നമുക്കൊരു ഒരു ഇമോഷണൽ ഒരു കണക്ഷൻ ഉണ്ട്. ഈ വീട്ടിൽ നമുക്കൊന്നും തന്നെ വാങ്ങിക്കേണ്ടി വന്നില്ല. സാധാ നമ്മൾ ജർമ്മനിയിൽ വീട് നോക്കുകയാണെങ്കിൽ മിക്കതും മൊബിലിയറിറ്റി അല്ലായിരിക്കും എന്ന് പറഞ്ഞാൽ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അധികമായിട്ടാണ് തോന്നിയത്. TV ഉണ്ട്, അതേപോലെ ഫ്രിഡ്ജും കാര്യങ്ങളുണ്ട്. അതിപ്പോൾ തന്നെ കാണിക്കാം. അതുപോലെ എല്ലാം സംഭവമുണ്ട്. അതിനനുസരിച്ച് നമുക്കിവിടെ റെൻറ്റും കൂടുതലാണ്. സിറ്റി തന്നെ ആയിരുന്നുകൊണ്ട് റെൻറ്റ് ഇച്ചിരി അധികമാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ കുറച്ച് ചെറുതാണ്. ഇവിടെ അത്യാവശ്യം കബോർഡും കാര്യങ്ങളുണ്ട്. ഓവനുണ്ട്. പിന്നെ നമ്മുടെ ക്ലീനിങ് ഇത് എഴുതിയിട്ടേക്കണേ കേട്ടോ. പിന്നെ ഇത് 2 വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജ്. അങ്ങനെ ഒരു ചെറിയ സ്പേസാണ് കിച്ചൺ. നമുക്ക് ഈ വീട്ടിൽ മിററിനൊന്നും ക്ഷാമില്ല കേട്ടോ. കാരണം നമുക്കിവിടെ ജർമ്മനിയിൽ ഫെർഷെങ്കനായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഫെർഷെങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഇവർ വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും വെക്കും. അത് നമുക്ക് വീട്ടിലോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിറർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മിററിന് വീട്ടിൽ ക്ഷാമില്ല. പിന്നെ ഒരു ബെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാറ്. അപ്പോൾ ഇത് വന്നിട്ടാട്ടോ ആ മിറർ. അത്യാവശ്യം നല്ല മിററാണ്. നമ്മൾ പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു കേട്ടത്. പിന്നെ ഇവിടുന്ന് വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാട്ടോ. അതുകൊണ്ടൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സ് തന്നെയാണ്. പക്ഷെ ഭയങ്കര സൈലൻറ്റ് ഏരിയ കേട്ടോ. ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ അത്രയാണ് കേട്ടോ ഹോം ടൂർ. ഇനി എന്തെങ്കിലും പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇനിയുള്ള വീഡിയോസിൽ എൻ്റെ ബെറ്റർ ആയിട്ടുള്ള വ്ളോഗൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.